ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു സ്റ്റഡി വ്ളോഗ്. ഇതിപ്പോൾ ഞാൻ വീക്കെൻഡിലൊന്നല്ല അപ്ലോഡ് ചെയ്യുക. അത് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രിസ്മസ് എക്സാമിനെല്ലാം കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതും ഇതും എല്ലാം കൂടി എന്താ പറയുക സ്ട്രെസ്സായിട്ടാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു വീക്കിൽ മൊത്തം ഒരു എന്താ പറയുക ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു. മിക്ക ദിവസങ്ങളും ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ വീക്കിലേക്ക് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഞാൻ പഠിച്ച വീഡിയോസാണ്. അപ്പോൾ ഒരു 1 വീക്ക് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. Day 1, Day 2, Day 3, Day 4 അങ്ങനെ Day 7 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് Day 1 ആണ്. അപ്പോൾ Day 1 ഞാൻ എന്താ പറയുക കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെയായിരുന്നു എനിക്ക് ബയോളജീൻ്റെ എക്സാം. സോ ഞാൻ ബയോളജിക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു വീക്കെൻഡ് ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു വീക്ക് മൊത്തം എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ഒരു ഈവനിങ് ടൈമിലുണ്ട്. അത് നടന്ന് സ്കൂളിൽ വിട്ട് വന്ന് അപ്പോഴും പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക ഒരു 1 വീക്ക് തന്നെയാണിത്. കറക്റ്റ്ലി പറഞ്ഞാൽ ഒരു 1 വീക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ എക്സാമും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6 സബ്ജക്ട്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ച് തീർത്തു ഒരു വീക്ക് കൊണ്ട് തന്നെ. ഐ ഡോണ്ട് നോ എങ്ങനെ മാനേജ് ചെയ്തെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് യൂട്യൂബ് കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രേക്ക് എടുത്തത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് Day 2 ആണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്താ പറയുക എഴുതി പഠിച്ച് മനസ്സിലാക്കുന്നൊരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിച്ച കാര്യമല്ലോ വായിച്ച് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും അതൊന്നും ഒരു പേപ്പറിൽ ഒരു പ്രാവശ്യം എഴുതിയിട്ടില്ലെങ്കിൽ അക്കത് തലയിൽ കയറില്ല. അങ്ങനെ ഒരു ശീലം ഉണ്ട് അങ്ങ് നന്നായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താ പറയുക ഏതെങ്കിലും ബുക്ക് അതൊരു കിലോ പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡയറി ആയിക്കോട്ടെ നോട്ട്ബുക്ക് ആയിക്കോട്ടെ എങ്ങനെയായാലും ഒന്നും എഴുതി പഠിച്ചില്ലെങ്കിൽ എനിക്ക് തലയിൽ കയറുകയില്ല. അപ്പോൾ ഇപ്പം കാണുന്നത് Day 3 ആണ്. അപ്പോൾ Day 3 ഞാൻ ബയോളജി പഠിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബയോളജിയിൽ തന്നെ വേറൊരു ചാപ്റ്ററിൻ്റെ എക്സാം പിറ്റേന്ന് നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബാക്ക്ലോഗ്സ് ഉണ്ടല്ലോ നമ്മളെ ഓൺ എക്സാമിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചാപ്റ്ററായിരുന്നു. അതും ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ചാപ്റ്ററും എല്ലാം കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്കുള്ളൊരു സിമ്പിളായിട്ട് അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊതുവേ ഒരു നൈറ്റ് പേഴ്സണാണ്. അപ്പോൾ നൈറ്റിലാണ് ഞാൻ കൂടുതലും പഠിക്കാനിരിക്കാറ്. ബട്ട് ഈ ഡേ ടൈമിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സാമാണ്. അപ്പോൾ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിന് ഒരുപാട് പോർഷൻസ് എനിക്ക് പെൻഡിങ് ആണ്. 8th സ്റ്റാൻഡേർഡ് ആയതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക സിലബസ് മാറി, പുതിയ സിലബസാണ്. ഓണ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ന്യൂ എക്സാം പാറ്റേൺ എന്നെല്ലാം പറയുമ്പോൾ അത് തന്നെ ഒരു എന്താ പറയുക ഹെക്ടിക്കാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം എങ്ങനെയാവുമെന്ന് അറിയില്ല. ഓണ എക്സാം കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി. അപ്പോൾ ക്രിസ്മസ് എക്സാം എങ്കിലും എന്താ പറയുക ഒന്ന് ഓക്കെ ആക്കണം എന്നുണ്ടായിരുന്നു. എല്ലാം പോയാച്ച്. അപ്പോൾ ഇപ്പം കാണുന്നത് Day 4 ആണ്. അപ്പോൾ Day 4 ഫസ്റ്റ് ടുഡോ ലിസ്റ്റിൽ ടുഡോ ലിസ്റ്റ് എഴുതുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ എത്രയൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനകത്ത് എല്ലാം ചെയ്യാൻ പറ്റില്ല, കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. എന്താ പറയുക കുറേ കാര്യങ്ങൾ എഴുതി വെച്ച് അതിനകത്ത് കുറച്ചെങ്കിലും നടക്കും. നമുക്കൊരു എന്താ പറയുക നമ്മളെ മൈൻഡിൽ തോന്നും ഇത്രയും കാര്യമുണ്ട്, അപ്പോൾ അത് തീർക്കണം എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ അടുത്തത് Day 5 ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഹിന്ദി പഠിച്ചു. ഹിന്ദി ആയിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമുള്ളത്. അപ്പോൾ ഹിന്ദി പഠിക്കാനിരുന്നു. അതെന്ന് പറയുന്നത് എന്താ പറയുക ചാപ്റ്റേഴ്സ് ഒരു കടൽ പോലത്തെ ചാപ്റ്ററായിരുന്നു. അത് വായിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ മീനിങ്സ് പഠിക്കണം, പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്നറിയില്ല. ബട്ട് എക്സാം ഓക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ അത്രയെല്ലാം ഉണ്ടാവും, ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ പോയാലും. ബട്ട് ആ സ്ഥാനത്ത് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് ഇത്ര നാൾ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ വരും, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഓർക്കുകയെ പറ്റുന്നേ ഇല്ല. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു ഹെഡേക്കാണ്. അപ്പോൾ
ഇനി വീഡിയോസെല്ലാം വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സ്ട്രെസ് കൂടി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെക്കേഷന് സെറ്റാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളമാണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. അത് കഴിഞ്ഞിട്ടൊരു 10 days ഓർ 8 days എക്സാംസ് ആയിരിക്കും. അത് കഴിഞ്ഞ് വെക്കേഷൻ നമുക്ക് സെറ്റാക്കാം എന്തായാലും. ഞാനൊരു എക്സാമിനർ സ്റ്റുഡൻ്റ് ആണ്. എന്നുവെച്ചാൽ എക്സാമിനറിൻ്റെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. ബാക്കി എല്ലാ ക്ലാസ്സസും ഞാൻ കാണാറുണ്ട്. സൈല അതേപോലത്തെ ക്ലാസ്സസൊക്കെ ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ. ബട്ട് ബാച്ച് ചേർന്നത് ഞാൻ എക്സാമിനറാണ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് വന്നത് എക്സാമിനറിൻ്റെ ബാച്ചായിരുന്നു. അപ്പോൾ നല്ല ക്ലാസ്സസാണ്. വർക്ക്ഷീറ്റ് എക്സാം അതെല്ലാം പറയുമ്പോൾ എന്താ പറയുക, നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. വേണ്ടവരെ യൂസ് ചെയ്താൽ. ഞാൻ ക്ലാസ് കാണും, എന്താ പറയുക, നോട്ട്സ് ചെയ്തു. വർക്ക്ഷീറ്റെല്ലാം ചെയ്യൽ കുറവാണ്, എക്സാംസും കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സാണ് പഠിക്കാനിരിക്കുന്നത്. പിറ്റേ ദിവസം മാത്സിൻ്റെ എക്സാമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അന്നെന്ന് പറയുന്നത് മാത്സ് എനിക്ക് അറിയുന്ന ചാപ്റ്റേഴ്സായിരുന്നു എക്സാംസ് ഉള്ളത്. ഏകദേശം 3 ചാപ്റ്റേഴ്സോളായിരുന്നു അറിയുന്ന ചാപ്റ്റേഴ്സായിരുന്നു. ബട്ട് എനിക്ക് എന്നാലും എന്താ പറയുക, എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലാസ് വെച്ച് കണ്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അപ്പോഴാണ് നോക്കിയായത്. കുറേ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ് കാണുമ്പോഴാണ് തിരിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് എക്സാമിന് പോയതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സായിരുന്നു. യൂട്യൂബിലാണ് കാണുന്നത്. യൂട്യൂബിലെ 1 ഷോട്ടാണ്. ഞാനിപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് കാണാനുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഞാൻ ബാച്ച് നോട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാച്ച് നോട്ട്സിൽ എന്താ ആ ബുക്ക് സെറ്റിൽ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്. ബട്ട് അത് കുറേ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, റിവൈസ് ചെയ്യാൻ ഓക്കെയാണ്. ബട്ട് എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് ചെയ്യാൻ നിന്നാൽ ഒരു റിവിഷൻ ആവും. ബട്ട് കുറച്ചും കൂടി ഹെഡിക്കാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വായിച്ച് നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതെല്ലാം ചെയ്ത് നോക്കി. അങ്ങനെയായിരുന്നു. അപ്പോൾ ക്ലാസ് കാണുകയും ചെയ്തു. എക്സാമിൻ്റെ ബാച്ച് എന്താ പറയുക, നോട്ട്സെല്ലാം ഇതാക്കി. പിന്നെ വർക്ക്ഷീറ്റ് ചെയ്തു. പിന്നെ ബുക്ക് സെറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഓക്കെ ആയിരുന്നു എക്സാം. അതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഒരു സ്റ്റഡി വ്ളോഗാണെങ്കിലും ഇതൊരു വ്ളോഗാണ്, എൻ്റെ ഫസ്റ്റത്തെ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സ്റ്റഡി സെക്ഷൻസ് മാത്രം കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കുന്ന ബ്രേക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്റ്റഡി വ്ളോഗ് ചെയ്യാം. അപ്പോൾ പറയാം എങ്ങനത്തെ സ്റ്റഡി വ്ളോഗാണ് വേണ്ടത്, ബ്രേക്കും അതെല്ലാം ഇൻക്ലൂഡഡ് ആണോ, അല്ലെങ്കിൽ സ്റ്റഡി ടിപ്സ് വേണോ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ പോമോഡോറോ ടെക്നിക്ക്. അപ്പോൾ ഇത് പറയുന്നത് എന്നെ റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ഞാനിത് ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റൊക്കെ കുറച്ച് എന്താ പറയുക, 7th വരെ സിമ്പിളായിരുന്നു. ബട്ട് ഇപ്പോൾ 8ലെത്തിയപ്പോൾ ഇത് നല്ലൊരു ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര ഹെഡിക്കായിട്ട് തോന്നില്ല. ഒരു 25 മിനിറ്റ് പഠിച്ച് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, പിന്നെ റിപ്പീറ്റ് അങ്ങനെ പറയുമ്പോൾ അത്ര ഹെഡിക്കായിട്ട് തോന്നില്ലെങ്കിലും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ സ്റ്റഡി വ്ളോഗ് വേണമെങ്കിൽ എന്തായാലും പറയാം. അപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്റ്റഡി വ്ളോഗ് പറഞ്ഞാൽ സിമ്പിളാണ് ചെയ്യാൻ. എന്താ പറയുക, ക്രിസ്മസ് എക്സാമിന് പഠിക്കുമ്പോൾ വീഡിയോ എടുത്ത് വെച്ചാൽ അത് കാണുമ്പോൾ എന്താ പറയുക, സ്റ്റഡി വ്ളോഗ് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്, ഇൻസ്പിറേഷനാണ്. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പോൾ വേറെ വീഡിയോസിലും കാണും സ്റ്റഡി വ്ളോഗ്. വേറെ ആളെ കാണുമ്പോൾ നമുക്ക് പഠിക്കാം അങ്ങനെ ഒരു തോന്നും. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ എന്തായാലും പറയുക. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് എല്ലാം വരുന്നുണ്ട്. ക്രിസ്മസ് ജേണൽസും അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഡെയിലി എന്താ പറയുക, സ്റ്റാപ്റ്റർ പോർഷൻസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ. അപ്പോൾ ഭയങ്കര ഹെഡിക്കായിട്ട് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പരം തന്നെ എന്താ പറയുക, പഠിച്ച് തീർത്തിട്ടില്ലെങ്കിൽ ഒരു തുള്ളി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എന്നാൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം തീർക്കുകയും വേണം. എന്താ പറയുക, സ്കൂളിൽ എടുക്കുന്നത് എന്തെങ്കിലും ഇതാക്കണം, വായിച്ചു വെക്കുകയും ചെയ്യണം. അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബും പറ്റുന്നില്ല. അറിയില്ല ജേണലും ക്രാഫ്റ്റിലും ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെയാലും ഞാൻ സ്റ്റഡി വ്ളോഗെങ്കിലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലോങ് വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടില്ലായിരുന്നു ലോങ് വീഡിയോ. അതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഞാൻ എസ്തെറ്റിക് വാൾ ഡെക്കോർസ് പറഞ്ഞിട്ടുള്ള ഐഡിയാസ് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂ എന്നറിയില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു സ്റ്റഡി വ്ളോഗായിരിക്കും എന്ന്. നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ ഇട്ടിന് പറ്റിയില്ല. നെക്സ്റ്റ് വീക്കെൻഡ് ഇപ്പം നെക്സ്റ്റ്
2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഡേ 6 എത്തിയിരിക്കുകയാണ്. ഡേ 6 എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് എന്താ പറയുക, ഹിന്ദീൻ്റെ വേറൊരു ചാപ്റ്റർ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അത് പഠിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ, എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്ര പേരെങ്കിലും ആരും കണ്ടിട്ടുണ്ട്, റിയലി താങ്ക്സ്ഫുൾ ഫോർ ദാറ്റ്. ഇത്ര പേരെ കാണുമെന്ന് തന്നെ അറിയില്ല. ചിലരൊക്കെ ഫസ്റ്റ് തന്നെ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും. ഞാൻ ശരിക്കും ഒരു ബിഗ്നറാണ്. എന്താ പറയുക, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ഒരു എന്താ പറയുക പറ്റാണ്ടിരിക്കുന്നത്. ഞാനൊരു വീക്കോളം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് വന്നപ്പോൾ ഒന്നും കൂടി ഓക്കെ ആയി. ബട്ട് ഇനി അടുത്ത എക്സാംസ് വരുന്നപ്പോഴത്തേക്കും ഒരു ബ്രേക്കും കൂടി വേണ്ടി വരുമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വെക്കേഷൻ തുടങ്ങി നമുക്ക് എന്താ പറയുക ഡെയിലി എന്താ പറയുക 2 ഷോർട്സിങ് വീതം ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് ആകെ ഒരു എന്താ പറയുക 106 പേരായിട്ടുള്ളൂ, 106. അപ്പോൾ അത്ര എന്ന് പറയുന്നത് കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ ഇടുന്ന എഫേർട്ടിന് അത്ര സബ്സ്ക്രൈബേഴ്സ് പോരാന്നാണ് എൻ്റെ ഇത്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയെല്ലാം ടൈമെല്ലാം മാനേജ് ചെയ്ത് ഇട്ടിട്ട് നോക്കുമ്പോൾ ആകെ ഉള്ളത് ഇത്ര സബ്സ്ക്രൈബേഴ്സ്. വ്യൂസും വളരെ കുറവാണ്. വ്യൂസ് എന്ന് പറയുന്നത് 1K 1.something K അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുറവാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. ബട്ട് എന്താ പറയുക, ഒരു 2K എങ്കിലും എത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ വ്യൂസ്. അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഒരു 500 എങ്കിലും എത്തിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അറിയില്ല സബ്സ്ക്രൈബേഴ്സ് കൂടുമോ ഇല്ലയോ എന്നൊന്നും. എന്ന് വെച്ചാൽ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് 100-ൽ തന്നെ എത്തിയത്. ഇപ്പോൾ വെറും 106 എന്ന് പറയുമ്പോൾ അത് കുറച്ച് പേരെ ആകെ കൂടിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ നവംബർ മന്ത് സ്റ്റാർട്ടിങ്ങിലായിട്ടായിരുന്നു ഞങ്ങൾക്ക് 100 ആയി. ഇപ്പം നവംബർ കഴിഞ്ഞ് ഡിസംബറായിട്ട് ഞങ്ങൾക്ക് ആകെ 6 പേരെ കൂടിയിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ മന്ത് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോസിലൊന്നും. അത് സത്യം തന്നെയാണ്. ബട്ട് എന്നാലും ഞാൻ ടൈം മാനേജ് ചെയ്ത് ഇട്ടിട്ടും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അറിയില്ല എന്താണെന്ന്, നമുക്ക് നോക്കാം. ഇപ്പം കാണുന്നത് ഡേ 7 ആണ്. ഡേ 7 എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം സോഷ്യലായിരുന്നു എക്സാം. അപ്പോൾ സോഷ്യലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ 7th ചാപ്റ്ററാണ്. അപ്പോൾ അത് എങ്ങനെയല്ലോ പഠിക്കുന്നുണ്ട്, പഠിച്ച് അതൊന്ന് എഴുതി നോക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പം കാണുന്നത്. സൈഡിൽ ടൈമറും ഉണ്ട്. ടൈമറാണെങ്കിൽ എന്താ പറയുക സ്പീഡിലിട്ടുകൊണ്ട് നല്ല രീതിക്ക് സ്പീഡായിട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് നോക്കി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗത്തുനിന്നും വരും, ബട്ട് അത് കുറവാണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിക്കാനായി. അപ്പോൾ പറയാനുള്ളത് ഒറ്റയൊന്ന് മാത്രമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കൊന്ന് സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടിത്തരിക, ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ഓൾസോ താങ്ക്സ് ഫോർ വാച്ചിങ്.